എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിലേക്ക് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ സബോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർക്കാം. കൂടുതൽ വെന്ത് പോകുന്ന പച്ചക്കറികൾ എടുക്കാതിരിക്കുകയാണ് ഇതിൽ നല്ലത്. ക്യാരറ്റൊക്കെ ആകുമ്പോൾ ഒരു കഷ്ണം പോലെ കടിക്കാനും നമുക്കതിൽ കിട്ടും. ഇഞ്ചി സാധാരണ ഇവിടെ ഇഞ്ചി കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല, എങ്കിലും ഞാൻ ഉപ്പുമാവിൽ ഇഞ്ചി ചേർക്കും. എനിക്ക് ഉപ്പുമാവിൽ ഇത്തിരി ഇഞ്ചിയുടെ മണമൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടാണ് ഉപ്പുമാവിൽ ചേർക്കാറ്. ആരും അറിയൂല. എന്നാൽ ഉപ്പുമാവിൽ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചതിന് ശേഷം നമ്മുടെ പച്ചക്കറികൾ അതിലേക്ക് ഇടും. സാധാരണ ആളുകൾ പച്ചക്കറി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് റവ ഇടാറ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുക. പച്ചക്കറി വഴറ്റിയതിന് ശേഷം റവയാണ് ഞാൻ അതിലേക്ക് ഇടുക. അപ്പോൾ റവ അതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആ ചൂടിൽ തന്നെ റവ ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് തോന്നിയത് ഉപ്പുമാവ് ഒന്ന് വേർപെട്ട രീതിയിൽ കിട്ടുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവാണെന്ന് തോന്നാറുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കും. ആ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ നല്ല തീയിൽ വെച്ചുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ നോക്കണ്ട. തീ ഒന്ന് 2 മിനിറ്റ് താഴ്ത്തി വെച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ആക്കിയതിന് ശേഷം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ തീ കൂട്ടി പലിച്ചെടുത്താൽ മതി. ഇതിന് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത് നന്നായി ഒന്ന് പിടിക്കാണ്ട് വേർപെട്ട് കിട്ടുമ്പോഴാണ് ഉപ്പുമാവ് കാണാനും രസം. ഈ സമയത്ത് നമ്മൾ അതിനെ വേർപ്പെടുത്തി എടുത്തില്ല എന്ന് വെച്ചാൽ അത് കട്ടിയായിട്ടിരിക്കും. ഞാൻ ഉപ്പ് ആ വെള്ളത്തിൽ തന്നെ ചേർത്തിരുന്നു കേട്ടോ. പക്ഷേ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. ഇപ്പം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിത്തിരിയും കൂടി ഉപ്പ് ഈ സമയത്തും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായി ഇളക്കി വേർപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെ വേർപ്പെടുത്തി എടുക്കുന്ന ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഉപ്പുമാവിന് കൂടെ കഴിക്കാൻ നല്ല പപ്പടമോ പഴമോ എന്തായാലും മതി. കാരണം അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ കൂടുതലായിട്ടൊന്ന് അലങ്കരിക്കാൻ ഞാൻ കുറച്ച് ബട്ടറിൽ നമ്മുടെ സ്വീറ്റ് കോണും അതുപോലെ ഇത്തിരി അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് ഓരോ കടിയിലും ഓരോ സ്വീറ്റ് കോണിൻ്റെ കഷ്ണം കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലാത്തവർ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.